നമ്മുടെ തോട്ട് പ്രോസസ് ആവണം നമ്മുടെ ഏറ്റവും വലിയ ആയുധം നമ്മുടെ ഫ്യൂച്ചർ ഉണ്ടാക്കുന്നതിൽ. അപ്പോൾ ആ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും. അപ്പോൾ ഒരു മൊമെൻറ്റ് ഉണ്ടാവുന്ന സമയം നമ്മൾ നോക്കുകയാണെങ്കിൽ അത് നമുക്ക് പല രീതിയിൽ പറയാം. അതിപ്പം ആസ്ട്രോളജിക്കൽ പരമായിട്ടുള്ള ദോഷങ്ങൾ, സോഡിയാക് പരമായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ കർമ്മിക് പരമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ചുറ്റുപാടുള്ള നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന രീതികൾ, അങ്ങനെ പല രീതികൾ കൊണ്ടായിരിക്കാം ആ മൊമെൻ്റ് ഉണ്ടായിട്ടുണ്ടാവുക. അപ്പം ഒരു മൊമെൻറ്റ് നമ്മൾ ക്രിയേറ്ററായി നിൽക്കണമെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ഇതിൽ നിന്ന് ചെയ്യാം. കാരണം സോഡിയാക്ക് നമുക്ക് പോയി മാറ്റാൻ പറ്റുക, കർമ്മ നമ്മൾ അങ്ങനെ പെട്ടെന്ന് പോയി മാറ്റാൻ പറ്റുക. അപ്പോൾ അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തോട്ട് പ്രോസസ്സ്, നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ, ഈ പരിപാടികൾ ചെയ്ത് അതിന് നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് പുഷ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ അത്രയും നന്നായി പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്, നിങ്ങളുടെ എന്താ പറയുക ലോ ഓഫ് അട്രാക്ഷനും നിങ്ങളുടെ ഈ തോട്ട് പ്രോസസ്സൊക്കെ നിങ്ങൾ അത്രയും കൺട്രോളിലാണ്. അപ്പോൾ ആ ലെവലിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിധി മാറ്റാൻ പറ്റും. ഇപ്പം കർമ്മ എതിരി നിന്നോട്ടെ, ശനിദശ എതിരി നിന്നോട്ടെ, എന്ത് സംഭവങ്ങളും പ്രശ്നങ്ങളും നിന്നോട്ടെ, കുറേ നെഗറ്റീവ്സ് വന്നോട്ടെ, എന്ത് സംഭവം ഉണ്ടെങ്കിലും ഈ ഒരു സംഭവങ്ങൾ ഹൈ വൈബ്രേഷനിൽ അത്രയും അടിപൊളിയായി നിൽക്കുകയാണെങ്കിൽ, നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് ഉണ്ടെങ്കിൽ നമുക്കതിനൊക്കെ അടിച്ച് പൊട്ടിച്ച് മുന്നേറാൻ പറ്റും. അപ്പം അത് നിങ്ങളുടെ ഒരു ബലഹീനതയായി കാണാതെ അത് നിങ്ങളെ കയ്യിലുള്ള ഏറ്റവും പവർഫുൾ ആയുധമായിട്ട് നിങ്ങൾ എടുക്കണം. ആൻഡ് ഇറ്റ് ക്യാൻ റിയലി ചേഞ്ച് യുവർ ലൈഫ്.